നിർത്തി പറഞ്ഞതല്ല, തീർച്ചയായിട്ടും അത് റോഹൻ ഒരു ദിവസം വന്ന് നോക്കൂ. ഇപ്പോഴത്തെ കാര്യമാണ് പറഞ്ഞത്. നമ്മൾ ഇപ്പം വന്നു കഴിഞ്ഞാൽ അത് എന്നോട് ആരാണെന്നറിയാം, മീഡിയ എന്നാണ് ചോരുന്നുണ്ടെന്ന് വെച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കള്ളത്തരമൊന്നുമില്ല. കാരണം എനിക്ക് എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ ആദ്യം കാണുന്നവർക്ക് ഇവർക്ക് ഭയങ്കര ജാട, പക്ഷെ എന്നോട് ഒറ്റ തവണ ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം അറിയും. കാരണം മനസ്സിലൊന്നും നിൽക്കൂല. ഞാൻ മനസ്സിൽ കള്ളത്തരം വെച്ചിട്ട് അല്ലെങ്കിൽ ഉള്ളിൽ ഒന്ന് വെച്ചിട്ട് പുറത്ത് പറയുന്ന ഒരാളെ ഞാൻ മനസ്സിലൊന്നും ഒന്ന് വിട്ടു പറഞ്ഞത് എന്തും ആകട്ടെ, എനിക്ക് ദോഷമാണോ അല്ലെങ്കിൽ എനിക്ക് ഗുണമാണോ നോക്കാതെ പറയുന്നൊരു സാധനമാണ് ഞാൻ. വീട് ചോരുന്നുള്ള രേണുസുതി. അപ്പം ഞാൻ അവിടെ നിന്ന് വീട് ഇങ്ങനെ വെള്ളം വീഴുന്നുണ്ട്, മഴ, ഇതാണ് പറഞ്ഞത്. അല്ല ശരിക്കും അത് റിവീൽ ചെയ്തിട്ടുള്ള വീഡിയോ വീടിന്റെ അവിടെ വെച്ചിട്ട് പറഞ്ഞതാണോ? അല്ല, പുറത്തല്ലേ? പുറത്താണ്. ശരിക്കും ആ ചാനലുകാരൻ വീട് ചോരുന്നുണ്ടോ രേണുസുതി? എന്താ ഭായി കാണിക്കുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ല. ഇങ്ങനെയാണോ? അവിടെ നിന്ന് ഏതോ ഒരു മീഡിയക്കാരൻ രേണുസുതിയുടെ വീട് ചോരുന്നുണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു? അയാൾക്ക് എന്നാ വല്ല ദിവ്യ ജ്ഞാനമോ ദിവ്യ ദൃഷ്ടിയോ വല്ലതും ഉണ്ടോ? രേണുസുതിയുടെ വീട് ചോരുന്നുണ്ടെന്ന് ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ കണ്ടായിരുന്നു. അങ്ങനെയാണ് അവിടെ വന്ന് മൊബൈൽ ഫോണും പിടിച്ചോണ്ട് അല്ലെങ്കിൽ മൈക്കും കൊണ്ട് ഓരോ മീഡിയക്കാർ വന്നിന്ന് ചോദിക്കുന്നത്. ഇതൊക്കെ വെറുതെ തള്ളല്ലേ? തള്ളെന്ന് പറഞ്ഞാൽ തള്ളോട് തള്ളാണ് തള്ളിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം രേണുസുതി മീഡിയയ്ക്ക് മുന്നിൽ വന്നതുകൊണ്ട് നിങ്ങളുടെ വീട് ചോരുന്നുണ്ടെന്ന് നിങ്ങൾ പറയാതെ എങ്ങനെയാണ് ആ മീഡിയക്കാർ അറിഞ്ഞത്? ഇത് കരുതിക്കൂട്ടി ചെയ്ത പ്ലാൻ തന്നെയാണ് എന്ന് വേണം പറയാനായിട്ട്. എന്തായാലും വെറൈറ്റി മീഡിയയിലെ അവതാരകനായ റോഹൻ വളരെ കൃത്യമായിട്ടുള്ള ചോദ്യമാണ് അത് ചോദിക്കുന്നത്. ആദ്യമേ ആ വീഡിയോയുടെ ഫ്രണ്ടിൽ ചോദിക്കുന്നുണ്ട് ഏത് സംവിധായകനെയാണ് ഇഷ്ടം, ഏത് തരത്തിലുള്ള റോള് കിട്ടിയാലാണ് അഭിനയിക്കാൻ ഇഷ്ടം എന്നൊക്കെ ചോദിച്ച് വന്ന് ആർക്കും പിടികിട്ടാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് വന്നിട്ടാണ് ഈ ഒരു ടെസ്റ്റിലേക്ക് കയറുന്നത്. എന്തായാലും സമ്മതിച്ചു, വളരെ നല്ല ഒരു ഇൻ്റർവ്യൂ ആണ് റോഹൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ബാക്കി കേട്ടിട്ട് വരാം. ഏത് ചാനലാന്ന് എനിക്ക് അറിയില്ല. കൊറേ ചാനലുകാർ നിൽക്കുവല്ലേ, അങ്ങ് നിൽക്കുവല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള ചാനലുകാർ മുഴുവനും വന്ന് നമ്മളുടെ ഈ നായികയുടെ പടം പിടിക്കാൻ വേണ്ടി വന്നങ്ങ് നിൽക്കുമല്ലേ. ഒന്നും മിണ്ടാതെ പോകച്ചേ, തള്ളുന്നത് കുറച്ചൊക്കെ തള്ളു. ഏതെങ്കിലും ഒരുത്തനെ വിളിച്ച് അവിടെ നിർത്തിയിട്ടുണ്ടായിരിക്കും, ഇന്ന കാര്യങ്ങൾ എന്നോട് ചോദിക്കുക, ഞാനതിന് മറുപടി പറയാം. അല്ലാതെ ലോകത്തുള്ള ചാനലുകാർ മൊത്തം വന്നങ്ങ് നിൽക്കുമല്ലേ. അതിനൊക്കെയുള്ള സമയമാകട്ടെ. ദൈവം അനുഗ്രഹിച്ചാൽ ചിലപ്പോൾ അങ്ങനെ ഒരു സമയം വരുമായിരിക്കും. അന്നേരം എല്ലാ ചാനലുകാരും വന്ന് ഇൻ്റർവ്യൂ എടുക്കുമായിരിക്കും. പക്ഷെ ഇപ്പം പറയുന്നത് പക്കാ തള്ളു തന്നെയാണ്, തള്ളു. അതെല്ലാവർക്കും മനസ്സിലാവും. ആ ചാനലുകാരൻ എങ്ങനെ മനസ്സിലായി ഈ വീട് ചോരുന്നുണ്ട്? ഞാൻ അന്നേരം അതൊന്ന് എന്നോട് ഇങ്ങോട്ട് ചോദിക്കുക. അപ്പം ഞാൻ വെള്ളം വീഴാറുണ്ട്, പിന്നെ കുഴപ്പമില്ല, ഇങ്ങനെ വെള്ളം വീഴും. സത്യമാണ്. അതിൻ്റെ കുറേ പ്രോബ്ലം പിന്നീട് എന്നെക്കാളും കൂടുതൽ എൻ്റെ വീട്ടിൽ പപ്പാക്കൊക്കെ അറിയാം. ഞാൻ അവിടെ അധികം നിൽക്കത്തില്ല. ഈ ചില്ലിട്ട് കൊടുത്തേ ഫുള്ള് നമ്മളകത്തേക്ക് ഇങ്ങോട്ട് വെള്ളം വീഴുക. എറിച്ചിൽ എന്ന് പറയുന്നില്ലേ, എറിച്ചിലാണ് ഞാൻ ഉദ്ദേശിച്ച ചോർച്ച. ആ സാധനമാണ് ഞാൻ പറഞ്ഞത്. എറിച്ചിൽ എന്ന് പറഞ്ഞില്ലേ, എറിച്ചിൽ, അതാണ് ചോർച്ച. എറിച്ചിലാണോ ചോർച്ച? ഇത് ഇങ്ങനെയൊന്നുമല്ല. കഴിഞ്ഞ വീഡിയോ പറഞ്ഞത് വേറെ കാര്യങ്ങളൊക്കെ. അവിടെ കണ്ട് ഭീമി കൂടെ വരുന്നു, പിന്നെ റിതപ്പൻ കിടക്കുന്ന റൂം ചോരുന്നു, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ ആ സാധനമാണ് ഈ സാധനം. ഒന്നും അറിയത്തില്ല, ചുമ്മാ വന്നിരുന്നങ്ങ് വിളമ്പിക്കോളുവാണ്. ഇപ്പം എല്ലാം കൂടെ അപ്പൻ്റെ തലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പപ്പയ്ക്കെല്ലാം അറിയാം. എന്നാൽ പിന്നെ കാര്യങ്ങൾ നല്ലതായിട്ട് അറിഞ്ഞിട്ട് പോരെ വർണ്ണനകളും മൊത്തം. ഇത്രയും വലിയ ഭൂകമ്പം സൃഷ്ടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? പക്ഷെ ആ ചോർച്ച എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് അത്രത്തോളം ഭീമിന്റെ ഫ്രണ്ടില് ചോറിനൊക്കെ നമുക്കത് പിന്നീട് നമുക്ക് അറിയാൻ പറ്റും. കാരണം അറിയാൻ പറ്റും. ഭീമില്ലേ ഫ്രണ്ടിലത്, അത് പപ്പായൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഭീമി എന്നൊക്കെ ചോരുന്നുണ്ട്. ഫ്രണ്ടിലത് അത് പപ്പായൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഭീമി എന്നൊക്കെ ചോരുന്നുണ്ട്. അല്ലാതെ വേറെ വാർക്കയിലൊന്നും ഒരു ചോർച്ചയില്ല. ഇല്ല. ഈ രേണുസുതി തന്നെ മുമ്പ് പറഞ്ഞിട്ടൊരു വാക്ക് ഭയങ്കര കേട്ടിട്ടുണ്ട്. എനിക്കൊരു മിഠായി കിട്ടിയാൽ വരെ ഞാൻ അതിനോട് ഭയങ്കരമായിട്ട് ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, മരണം വരെ കടപ്പെട്ടിരിക്കും. ശരിക്കും ഒരു മിഠായിയുടെ കാര്യത്തിൽ വരെ ഇത്രത്തോളം നിന്നുള്ള രീതിയിലേക്ക് കടപ്പാട് കാണിക്കുന്ന ഒരാൾ. സോ ആയിട്ട് ഒരാളുടെ ലൈഫിൽ കിട്ടാൻ പറ്റുന്ന ഏറ്റവും ഒരു സ്വപ്നത്തെ ഏറ്റവും ഭംഗിയായിട്ടുള്ളൊരു വീട് കിട്ടിയിട്ടും ആ ചെയ്ത് തന്നൊരാളെ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ആൾ വിളിച്ച് പരാതി പറയുമ്പോഴും ഇങ്ങനെ ചോരുണ്ടെന്ന് പറയുമ്പോഴും ചെയ്യുന്ന എന്താണോ നന്മ കിട്ടിയതിനെ അപ്പുറത്തേക്ക് ഒരു പരാതി പറച്ചിൽ തന്നെയാണ് അല്ലേ? അത് എന്ത് തന്നെയാലും അങ്ങനെ തന്നെയാണ്. ആളെ വിളിച്ച് പറയാൻ പറ്റുന്നൊരു കാര്യം ഞാനല്ല, എനിക്കൊന്നും അറിയില്ല, ഞാൻ ഈ നാട്ടുകാരിയേ അല്ല, പിന്നെ എന്തിനാ ഇങ്ങനെ വന്നിരുന്നോണ്ട് ഈ തള്ളോട് തള്ളു. ഒരു മുട്ടായി കിട്ടിയാൽ ആ മുട്ടായി തന്നയാളിനോട് ഭയങ്കര ബഹുമാനവും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.
അപ്പോൾ ഇത്രയും വലിയ ഉപകാരം, ഇതിലും വലിയൊരു ഉപകാരം രേണുസുതിയെ കൊണ്ട് ഇനി രേണുസുതിയുടെ ഈ ജന്മത്ത് ചെയ്യാൻ സാധിക്കുകയില്ല. അത്രയ്ക്ക് നല്ലൊരു സഹായമാണ്. എന്തായാലും ആ സഹായം തന്ന ആൾക്കാരോട്, ബിഷപ്പിന്, അതുപോലെ തന്നെ വീട് വെച്ച് തന്ന ആൾക്കാർ, അതുകൂടാതെ വേറൊരു കാര്യവും കൂടി ഇതിനിടയ്ക്ക് കണ്ടിട്ടുണ്ടല്ലോ, മതിൽ കെട്ടിക്കൊടുത്തത് മറുനാടനാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി മറുനാടൻ കെട്ടിക്കൊടുത്ത മതിൽ അവിടെ ഇടിഞ്ഞു വീണായിരുന്നെന്ന് ഇങ്ങനെ ബിഷപ്പ് ഇടയ്ക്ക് പറയുന്നത് കേട്ടു. ഇനി എന്നാണാവോ അതുമായിട്ട് രംഗത്ത് വരുന്നതെന്നറിയില്ല. മറുനാടൻ ഒന്ന് നോക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും. അടുത്ത ആയുധം മിക്കവാറും അങ്ങോട്ടായിരിക്കും വരാനുള്ള ചാൻസ് കേട്ടോ. അത് പിന്നീട് പപ്പ തന്നെ മുന്നോട്ട് പറയും, കാരണം വിളിച്ചിട്ടുണ്ട്. അന്നേരം എല്ലാം കിട്ടിയ മറുപടി വേറെയാണ്. അത് പപ്പ തന്നെ പറയുന്നുണ്ട്. പപ്പയുടെ ഫോണിലുണ്ടല്ലോ എല്ലാം. എനിക്കത് ഞാനത് നേരിട്ട് കോണ്ടാക്ട് ഇല്ല, ആ ആളുമായിട്ട് ഞാൻ നേരിട്ട് കോണ്ടാക്ട് ഇല്ല. ഉണ്ടായിരുന്നു നേരത്തെ, വീട് വെക്കുന്നതിനൊക്കെ മുന്നേ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അത് വല്ലപ്പോഴും വീടിന്റെ കാര്യമൊക്കെ സംസാരിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആള് ഫിറോസ്കു തന്നെ പറയുന്നു നിന്ന് രേണുസുതി അയച്ച വോയിസ് ഉണ്ടെന്നുള്ള. കോൺടാക്ട് ആൾ എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യാൻ? മുമ്പേ ഉണ്ടായിരുന്നു. അന്നയച്ച വോയിസ് എൻ്റെ ഉണ്ടല്ലോ. പക്ഷെ ഇപ്പം ഇല്ല എന്നാണ് പറഞ്ഞത്, കോൺടാക്ട് ഇല്ല, നമ്പർ ഇല്ല എൻ്റെ കയ്യിൽ. അതുകൊണ്ടാണ് ആ വീട് വെച്ച് കഴിഞ്ഞിട്ട് തൊട്ടുള്ള കാര്യമാണ് പറയുന്നത്. ശരിക്കും ഈ വീട് വെച്ചെന്ന സമയത്ത് ഇത്ര വർഷത്തേക്ക് ഞങ്ങൾ അതിന്റെ മെയിൻ്റെനൻസും കൂടി നോക്കാം, അങ്ങനെ എന്തെങ്കിലും അഗ്രിമെന്റ് ഉണ്ടായിരുന്നോ ശരിക്കും? അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി സത്യമായിട്ട് റോഹാനെ എനിക്ക് അതിനെപ്പറ്റി അറിയൂല. ഓക്കെ. അല്ല ശരിക്കും നമുക്കൊരു വീട് ഒന്നും എനിക്കറിയൂല. പിന്നെ എന്തിനാ ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്? എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിട്ട് വേണ്ടയോ ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുവാനായിട്ടുള്ളത്? ഇപ്പം അവർ ആ വീട് വെച്ച് കൊടുത്തതിൽ എന്തെങ്കിലും മെയിൻ്റെനൻസ് വർക്കുകൾ വന്നാൽ അത് ഇവർ ചെയ്തോളാം എന്ന എഗ്രിമെൻ്റ് ഉണ്ടോ എന്ന് രേണുവിനോട് ചോദിച്ചപ്പോൾ അതും എനിക്കറിയൂല, ഒന്നും അറിയൂല. രേണു എത്ര ഇൻ്റർവ്യൂകളാണ് അറ്റൻഡ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ ഇൻ്റർവ്യൂസിന് തന്നെ രേണു പ്രതിഫലം വാങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു ഓളം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ രേണുവിൻ്റെ വീഡിയോകൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത്രയും പൈസ സമ്പാദിച്ചിട്ട് ഇത് ആർക്ക് വേണ്ടിയാണ് ഇവർ സമ്പാദിക്കുന്നത്? മക്കളെ നോക്കാൻ വേണ്ടിയല്ലേ ഈ പൈസയൊക്കെ സമ്പാദിക്കുന്നത്? കുഞ്ഞുങ്ങളെ നോക്കാനോ നേരമില്ല. ആ ദാനം കിട്ടിയ ഒരു വീട് എന്ന് പറയാം വേണമെങ്കിൽ അതിന്. ആ വീട്ടിൽ വരുന്ന മെയിൻ്റെനൻസ് വർക്കുകൾക്ക് പോലും ഇവരുടെ കയ്യിൽ എന്തേ കാശില്ലേ ചിലവാക്കാൻ? അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിൽ വരുന്ന അറ്റകുറ്റപ്പണികളൊക്കെ എന്തായാലും ആ വസ്തുവിൻ്റെയും വീടിൻ്റെയും കൂടി എങ്ങനെ പോയാലും 1/2 കോടി രൂപയോളം വില മതിക്കുന്ന വീടും വസ്തുവാണെന്നാണ് അറിയാൻ സാധിച്ചത്. അത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അത് രേണുസുതിക്ക് എത്ര കാലം കിടന്ന് കഷ്ടപ്പെട്ടാലാണ് ഇതുപോലൊരു വീടും സ്ഥലവും രേണുസുതിക്ക് സ്വന്തമാക്കാൻ സാധിക്കുക. അപ്പോൾ അത് കിട്ടിയ സ്ഥിതിക്ക് രേണു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ തന്നവരോട് ശരിക്കും നന്ദിയും കൂറും കാണിക്കേണ്ടത് ഈ രീതിയിലല്ല. തൽക്കാലം ഇപ്പം രേണുസുതിക്ക് ഒരു വരുമാനമുണ്ട്, അതിൽ നിന്ന് പൈസ ഏൺ ചെയ്യാൻ സാധിക്കുന്നു. അതുകൊണ്ടൊക്കെ ചെയ്തു തീർക്കാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെ ആ വീടിനുള്ളൂ. അതൊക്കെ വേണമെങ്കിൽ സ്വന്തമായിട്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. കിട്ടി. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് മക്കൾക്ക് വേണ്ടിയിട്ടുള്ള വീടാണ് ആലോചിക്കുന്ന. ആ വീടൊന്ന് മാറി വേറെ ആ താക്കോല് പൂട്ടിയിട്ട് ആർക്കാണോ കൊടുത്തിട്ട് വാടകയ്ക്ക് താമസിക്കാനാണ് എൻ്റെ ഒരു തീരുമാനം, ആലോചനയാണ് ഞങ്ങളെ വീട്ടിൽ. കാരണം കേട്ട് മടുത്തു. കേൾക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അപ്പം ആ കുഞ്ഞിനെ തന്നെ അവിടെ നിർത്താൻ പറ്റുമോ? ഇല്ല. ഈ കുറ്റം പറയുന്നതെല്ലാം വന്നാൽ കുഞ്ഞിനെ ഉത്തരവാദിത്തപ്പെട്ടവർ നോക്കുന്നെങ്കിൽ നോക്കട്ടെ. അല്ല ഇപ്പം എൻ്റെ കുഞ്ഞിനെ വിട്ടു തരത്തില്ല. കിച്ചുവും മൃദുലും എനിക്ക് ഒരുപോലാണ്. കിച്ചു വലിയ കുട്ടിയാണ്, മറ്റേ കുട്ടിക്ക് 5 വയസ്സേ ഉള്ളൂ. ആ കുട്ടിയെ ഒറ്റയ്ക്ക് നിർത്താൻ പറ്റൂല. അപ്പൊ ഈ കുറ്റം പറയുന്നതെല്ലാം ഞങ്ങൾ അവിടെ വീട്ടിൽ കിടക്കുന്നു എന്നാണ് കുറ്റം പറയുന്നത് മുഴുവനും. അപ്പോൾ ഒരു കാര്യം ഞാൻ ഓർത്ത് നമുക്കെന്നാ വീട് പൂട്ടി ആർക്കാണോ താക്കോൽ ഏൽപ്പിച്ചിട്ട് നമുക്ക് വേറെ വാടകയ്ക്ക് പോകാം. അല്ല ഇപ്പം എന്നാ ചെയ്യാൻ? അല്ല ഇതിപ്പോൾ കുട്ടിക്ക് വേണ്ടിയിട്ട് അത് ശരിക്കും അവർ പറഞ്ഞതിൽ ഒരു ന്യായമില്ലാഴികയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ദാനം കിട്ടിയ വീട്, അതുപോലെ തന്നെ ഇത് കിച്ചുവിനും ഋതുവിനും ഉള്ള വീടാണ്. അപ്പോൾ ഇതിൽ രേണുവിൻ്റെ ഫാമിലിക്കോ യാതൊരുവിധ അവകാശവുമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ അവർ കേട്ട് അവർ തന്നെ ഒരു പരുവായി കാണും അല്ലേ? അവർ അഗതികളെ പോലെ അവിടെ വെറുതെ താമസിക്കുകയാണ്, അർഹതയില്ലാത്ത വീട്ടിൽ താമസിക്കുന്നു. അത് ശരിക്കും ആർക്കാണേലും അതൊരു ഈഗോയുടെ ഒരു ഭാഗമാണ്. അത് ശരിയാണ്. അവർക്ക് ചിലപ്പോൾ തോന്നിക്കാണും ഈ വീട്ടിൽ താമസിക്കുന്നതിലും ഭേദം വല്ല വാടകയ്ക്കും പോയി കിടക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നുണ്ട്. അത് കറക്റ്റായിട്ടുള്ള കാര്യമായിരിക്കും അവർ പറഞ്ഞത്. ഞാൻ ഒരിക്കലും അവർ പൂർണ്ണമായിട്ടും അവരെ തള്ളിക്കളഞ്ഞുകൊണ്ടോ അവരോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടോ ചെയ്യുന്ന വീഡിയോ അല്ല ഇത്. പക്ഷെ അവർ കാട്ടിക്കൂട്ടുന്ന വേലകൾ, അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, ഇതൊക്കെ തന്നെയാണ് ഇവർക്ക് ഈ വിനയം ആയിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഇതല്ലാതെ ഏതൊക്കെ രീതിയിൽ ഇവരുടെ ജീവിതത്തിൽ നടക്കുന്ന
സർവ്വ കാര്യങ്ങളും ഇവർ ഈ വന്ന് ഈ വീഡിയോയിൽ പബ്ലിക് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നത് കൊണ്ടാണ് ഇവർക്ക് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാകുന്നത്. ഇവർക്ക് ഈ നെഗറ്റീവ് വരും. പിന്നെ രേണുസുതി ആഗ്രഹിക്കുന്നതും അതാണ്, കുറേയൊക്കെ നെഗറ്റീവ് വരണമെന്ന് തന്നെയാണ് പുള്ളിക്കാരി ആഗ്രഹിക്കുന്നതും. അവർ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടാലേ അവർക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ശരിയാണ്, അവർ കഷ്ടപ്പെടണം, അവർ നല്ല 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 നിലയിലെത്തട്ടെ എന്നൊക്കെ തന്നെയാണ് പറയാനുള്ളത്. അവരുടെ പേഴ്സണലായിട്ട് എനിക്ക് യാതൊരുവിധ വൈരാഗ്യവും ഇല്ല. പക്ഷേ അവർ ഈ കൊടുക്കുന്ന ഇൻ്റർവ്യൂസിൽ വരുന്ന ചർച്ചകൾ അത് ഓരോരുത്തരെ എത്ര വിഷമിപ്പിക്കുമെന്നുള്ളത് രേണുസുതി പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. വേണ്ടി കൊടുത്ത വീടാണ് പറയുന്നതിൽ എന്തെങ്കിലും അതിൽ ബുദ്ധിമുട്ടുണ്ടാവേണ്ട കാര്യമുണ്ട്. കാരണം അല്ലേ, ഇപ്പം ഇത്ര ചെറിയ പ്രായമുള്ള കുട്ടിയാണ്, സ്വാഭാവികമായിട്ട് അവൻ വളരണം, അവൻ പ്രായപൂർത്തിയാവണം, ഒരു 10-13 വർഷം ഇനിയും എടുക്കും അല്ലേ. അപ്പോൾ ഈ അത്രയും വർഷക്കാലം അവൻ അനാഥനാവരുത്, അല്ലെങ്കിൽ അവൻ്റേതായിട്ടുള്ള നിൽക്കാൻ ഒരു സ്പേസ് ഇല്ലാതെ ആവരുന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയായിരിക്കും അവർ വീട് കൊടുത്തിട്ടുണ്ടായിരിക്കാം. KCDC ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സ്ഥലം തന്നുള്ള ബിഷപ്പാണെങ്കിലും ഒക്കെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും അതായിരിക്കാം. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു കുട്ടിക്ക് കൊടുത്ത വീട് എന്ന് പറയുന്നതിൽ നമുക്കതിൽ വിഷമം കാണിക്കില്ല. കുട്ടി നമ്മുടെയാണ് അല്ലേ. എന്തുകൊണ്ടാണ് അങ്ങനെ കുട്ടിക്ക് കൊടുക്കുന്ന വീട് എന്ന് പറയുമ്പോൾ വീട് പൂട്ടിയിട്ട് ഞാൻ വേറെ വാടകയ്ക്ക് വന്ന് പറയുന്നത്? അതിൻ്റെ ഇടയ്ക്ക് വരുന്ന കമൻസുകളും റിയാക്ഷൻസ് വീഡിയോസും മുഴുവൻ പറയുന്നത് ഞങ്ങൾ അവിടെ താമസിക്കുന്നു, ഞാൻ ഇവിടെ താമസിക്കുന്നു. കാരണം വേറൊന്നുമല്ല, ഇതിനുള്ള അടിസ്ഥാനം കിച്ചു പഠിക്കാനാണ് പോയത്. കിച്ചു അവിടെ നിൽക്കാത്തതിന്റെ പേരിലാണ് ഇങ്ങനെ കിടന്ന് പറയുന്നത്. കിച്ചു നിൽക്കാത്തതിന്റെ കാരണം അവൻ അവിടെ കൊല്ലത്ത് നിന്ന് പഠിക്കുന്നു. ഇതിന് മാത്രം കേൾക്കാൻ എന്താ അവിടെ ചെയ്യുന്നത്? ഞങ്ങള് എൻ്റെ വീട്ടുകാരെ പറയുന്നു, എന്നെ പറയുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം പക്ഷേ രേണുസുതിയോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കിച്ചുവിൻ്റെ സ്വന്തം വീടാണ് എന്നൊരു ബോധം ആ കുട്ടിക്കുണ്ടെങ്കിൽ ആ കുട്ടി വെക്കേഷൻ സമയത്തും എന്തെങ്കിലും ഒരു ഇതൊക്കെ വരുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കില്ലേ? അതുപോലെ തന്നെ സുധിയുടെ വീട്ടുകാർ എന്തുകൊണ്ടാണ് നിങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കാത്തത്? അപ്പോൾ ഇത് ചോദിക്കുന്നവർ കുറ്റമല്ല, അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നിങ്ങളുടെ ഓരോ ന്യൂസ് വരുമ്പോഴും അവർ ശ്രദ്ധിക്കുന്ന ഓരോ കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടാണ് അവർ നിങ്ങളോട് ചോദിക്കുന്നത്. ഈ കിച്ചു ഇപ്പം കോളേജിൽ പഠിക്കുന്നുണ്ട്, കൊല്ലത്ത് നിന്ന് പോകുന്നു, കിച്ചുവിന് എത്രയോ ലീവുകൾ കാര്യങ്ങളും വരാറുണ്ട്. കിച്ചു നിങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കുന്നുണ്ടോ? ഇല്ല. വല്ലപ്പോഴും ഇങ്ങനെ ഒന്ന് വീഡിയോ പിടിക്കാനാണെന്ന് പറഞ്ഞ് വരും. വന്നിട്ട് ആ കൊച്ച് അന്നേരം തന്നെ അവിടെ നിന്ന് തിരിച്ചു പോകും. അതിൻ്റെ റീസൺ എന്താണ്? അന്നേരം ആ കൊച്ചിന് ആ വീട്ടിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് നിങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും വാച്ച് ചെയ്യുന്ന കാര്യമാണ്. അത് വാച്ച് ചെയ്യുന്നതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അവർക്ക് സന്തോഷമാണ്. ഞങ്ങളവിടെ നിൽക്കുന്നതിനാണ് ഈ ഒരു എന്താ പറയുക നെഗറ്റീവ് പറയുന്നവർക്കും അതുപോലെ ഈ റിയാക്ഷൻ വീഡിയോ ഇടുന്നവർക്കും ഒക്കെ പ്രശ്നം അതാണ്. ഞങ്ങൾ അവിടെ നിൽക്കുന്നതിനാണ് പ്രശ്നം, ഞങ്ങളുടെ വീടല്ലല്ലോ. ശരിക്കും ആളുകളും സോഷ്യൽ മീഡിയയും പറയുന്നതനുസരിച്ച് തീരുമാനം എടുക്കുന്ന ഒരാളാണോ രേണുസുതി? അങ്ങനെയല്ല. പക്ഷെ എങ്കിൽ പോലും ഞാനിപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഷൂട്ടിന് പോവാ, ആ കുട്ടിക്ക് തന്നെ അവിടെ നിൽക്കുക. അപ്പം അപ്പ അമ്മയാണ് അതിനെ നോക്കുന്നത്. അവരെ ഇറക്കി വിടാൻ പറ്റുമോ? അവർ അഭയാർത്ഥികളായിട്ട് വന്ന് നിൽക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് ആൾക്കാർ. ഈ പറഞ്ഞ ആൾ തന്നെ അങ്ങനെയാണ്, അവർ അഭയാർത്ഥികളായിട്ട് വന്ന് നിൽക്കുന്നു. ഞങ്ങളെ ഉദ്ദേശമല്ല വീട് തന്നത്, സുചേട്ടൻ്റെ വീട്ടുകാരെ ഉദ്ദേശമാണ് വീട്. ഇപ്പോഴാണ് ഇതൊക്കെ ഉദ്ദേശമാണ് സുചേട്ടൻ്റെ മക്കൾക്ക് ഇവർ വീട് കൊടുത്തത്. അപ്പം ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ട് വീട് മാറണം എന്നൊരു തീരുമാനം രേണുസുതി എടുക്കുമ്പോൾ രേണുസുതിയോട് വേറൊരു കാര്യം ചോദിക്കട്ടെ. എല്ലാ കമൻറ്റുകളിലും വന്നിട്ട് ആൾക്കാർ പറയാറുണ്ട്, സുധിയുടെ ലേബലിലല്ലേ നിങ്ങൾ ഫേമസ് ആയത്, സുധിയുടെ പേരിലല്ലേ നിങ്ങൾ ഫേമസ് ആയത്, രേണുസുതി. അപ്പം ഈ പറയുന്നത് വെച്ച് നോക്കിയിട്ട് ഇന്നല്ലേ നാളെ മിക്കവാറും സുധിയുടെ പേര് കട്ട് ചെയ്തിട്ട് അവിടെ തങ്കച്ചൻ എന്നുള്ള പേര് ചേർത്തിട്ട് രേണുവിൻ്റെ പഴയ പേരായ രേഷ്മ പി തങ്കച്ചൻ എന്ന പേരിലേക്ക് ഉടനെ തന്നെ രേണു മാറുമായിരിക്കും, ഇല്ലയോ? എന്നുവെച്ചാൽ ആൾക്കാർ പറയുന്നുണ്ട് സുധി കാരണമാണ് ഇത്ര ഉയർന്നത്, സുധിയുടെ പേരിലാണ് നിങ്ങൾ ഫേമസ് ആവുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം ഈ വീടിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ താമസിക്കാതെ ഉടനെ ഒരു പേര് മാറ്റവും ഉണ്ടാകുമായിരിക്കും, ഇല്ലയോ? സുചേട്ടൻ്റെ മക്കൾക്ക്, ആ മരിച്ചുപോയ ആളുടെ മക്കൾക്കല്ലേ വീട് കൊടുത്തത്, ഇന്നോരെ ഉദ്ദേശമൊന്നുമല്ലോ കൊടുത്തത്. ആ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ നിൽക്കുന്നത്, അല്ലെ എൻ്റെ അപ്പനും അമ്മയും അവിടെ നിൽക്കുന്നത്. 5 വയസ്സുള്ള കൊച്ചിനെ ഒറ്റയ്ക്കാക്കിയിട്ട് എനിക്ക് പോകാൻ പറ്റുമോ? എനിക്ക് എന്തായാലും അവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുമോ? നമുക്ക് ആരാ ഉള്ളത്? അപ്പനും അമ്മയോട് പ്രായമായെങ്കിൽ അവർക്ക് 62-63 വയസ്സുണ്ട്, അവർ നോക്കുന്നില്ല ഇപ്പോഴും. അപ്പൊ പിന്നെ അവരവിടെ നിൽക്കുന്നതിന് എന്തിനാണ് ഈ കുറ്റം പറയുന്ന ആൾക്കാർ? അതുകൊണ്ടാണ് പറഞ്ഞത്, അല്ലാതെ സോഷ്യൽ മീഡിയ പറയുന്ന പോലെ ചെയ്യുന്ന ആളല്ല ഞാൻ. അതുകൊണ്ടാണ് ചോദിച്ചത്. ശരിക്കും ഇപ്പം നമുക്ക് തന്നൊരു വീട് അല്ലേ, അതിപ്പോൾ അവരവിടെ നിൽക്കുന്നതിന് ആരാ കുറ്റം പറഞ്ഞാൽ അവിടെ നിന്നോട്ടെ. ശരിയാണ്, ജോലിക്ക് പോയിട്ട് വരുമ്പോൾ ആ കുഞ്ഞു കുട്ടിയെ നോക്കാൻ വീട്ടിൽ ആരെങ്കിലും വേണം. അതുപോലെ തന്നെ ഹാർട്ട് രോഗിയായ ഒരു അപ്പനാണ് രേണുവിൻ്റെ അപ്പൻ, ഒരു കുഴപ്പമില്ല. പക്ഷേ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിൽ റിതപ്പനെ നോക്കാനായിട്ട് രേണുവിൻ്റെ പേരൻസ് നിൽക്കുന്നത് പോലെ
കിച്ചു എന്തുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കുന്നില്ല? കിച്ചുവിന് എന്താണ് ആ വീട്ടിൽ അത്രയും ഒരു സ്ഥാനം കൊടുക്കാത്തത്? അത് ആൾക്കാർ വാച്ച് ചെയ്യും. ചോദിക്കുന്നത് ആരുടെയും തെറ്റല്ല. ദാനായിട്ട് അവരെ ഒരു തന്നിട്ടുള്ള വലിയൊരു നന്മയാണെങ്കിൽ പോലും വീട് നമ്മുടെ തന്നെയാണ് അല്ലെ? അല്ലെങ്കിൽ ഇത്ര വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് തിരിച്ചു നൽകണമെന്ന് അവർ ആവശ്യപ്പെടുന്നൊന്നുമില്ല. ഇല്ലല്ലോ. ഇല്ല, നമ്മുടെ പിള്ളേരുടെ ആണ്. അപ്പൊ പിള്ളേരുടെ ആണെങ്കിൽ നമ്മുടെ മക്കളിലേക്ക് വേണ്ടി അളവ് തരുമ്പോൾ അതെങ്ങനെയാണ് വേർതിരിവ് വരുമോ? നമ്മുടെ തന്നെയല്ലേ? ശരിക്കും അങ്ങനെ നമുക്ക് കിട്ടിയ വീട് എന്നുണ്ടെങ്കിൽ നമ്മുടേതാണെങ്കിൽ അതിന്റെ മെയിൻ്റെനൻസ് ആണെങ്കിലും അതിന് വേണ്ട എന്ത് വേണമെങ്കിലും ചിലവാണെങ്കിലും ചെയ്യേണ്ടത് നമ്മളായിരിക്കില്ല. അല്ലെങ്കിൽ ആ തരുന്നവരോ ആരാണ് ഓഫർ ചെയ്തത് അല്ലെങ്കിൽ ആരാണ് വീട് കൊണ്ടുവന്ന് അവരോട് ആവശ്യപ്പെടുന്നത് ശരിക്കും തെറ്റായ കാര്യമല്ലേ? ആവശ്യപ്പെട്ടതല്ല. ഇതിപ്പം പറയുന്ന എനിക്ക് തോന്നുന്നു ആ സാധനം ഞാൻ കണ്ടില്ല ഫുൾ, പക്ഷെ ഞാൻ അറിഞ്ഞു ഇതിപ്പം ഒരു വർക്ക് ഏരിയയുടെ ഇത് ശരിക്കും ഞാൻ കണ്ടില്ല, പക്ഷെ ഞാൻ അറിഞ്ഞു അവരോട് ആവശ്യപ്പെട്ടതല്ല. പക്ഷെ ഇങ്ങനെയല്ല അറിയാൻ കഴിഞ്ഞത്. അവിടെ എന്ത് വന്നാലും ഒരു ബൾബ് ഫ്യൂസ് ആയാൽ, മോട്ടറിന് കംപ്ലൈൻറ്റ് വന്നാൽ, അതുപോലെ തന്നെ ആ വെള്ളം വീഴുന്നെന്ന് പറഞ്ഞത് എന്തോ ഒരു കാര്യം വന്നാലും അവരെ വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്യുക, അവർ ശരിയാക്കി തരണം, ഇല്ലെങ്കിൽ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടി ഇത് പുറത്തു വിടും. അങ്ങനെയാണ് ഞങ്ങൾ അറിയാൻ കഴിഞ്ഞത്. അപ്പം നമ്മൾ എന്താണോ അറിയാൻ കഴിഞ്ഞത് അതിനെക്കുറിച്ച് നമുക്ക് പ്രതികരിക്കാൻ പറ്റത്തുള്ളൂ, ഇല്ലേ? അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ എന്ത് പറഞ്ഞാലും ഈ രേണു പറയുന്നത് എനിക്കൊന്നും അറിയില്ല. ഒന്നും അറിയില്ലെങ്കിലും നല്ലതായിട്ട് ഓരോ കാര്യങ്ങൾ അറിഞ്ഞു വെച്ചിട്ട് വേണം വന്നിരുന്ന് സംസാരിക്കാൻ. കാര്യം ആവശ്യപ്പെട്ടതല്ല. നമുക്ക് പൈസ കിട്ടുമ്പോൾ നമ്മൾ പതുക്കെ ചെയ്യാന്നാണ് എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞത്. പപ്പ പറഞ്ഞു. അല്ലാതെ അവര് ചെയ്യണമെന്ന് ഇന്ന് വരെ പറഞ്ഞു. അങ്ങനെ ഒരു ആൾക്കാരെ അല്ല ഞങ്ങളാരും. പക്ഷെ അമരക്കാരനായിട്ടുള്ള ആള് സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് ആവശ്യപ്പെട്ടിരുന്നു. നമ്മൾ ചെയ്യണമെന്നാണ് വോയിസ് ക്ലിപ്പ് വരെ എൻ്റെ കയ്യിലുണ്ട് തെളിവായിട്ട്. അതായത് വർക്ക് ഏരിയ വേണം, അതില്ലാത്ത പക്ഷം ചെയ്തില്ല എന്ന രീതിയിലേക്ക് നവമാ. അപ്പം നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, വർക്ക് ഏരിയ നിങ്ങൾ അവരോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ പ്രൂഫ് കാണിക്കുക. പ്രൂഫ് കാണിക്കാതെ ഇങ്ങനെ വന്നിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും മനുഷ്യർ വിശ്വസിക്കുമോ നിങ്ങൾ പറയുന്നത് സത്യമാണെന്ന്? അത് പുറത്തുവിടും, ഭയങ്കരമായിട്ട് അതിനെ ബാധിക്കുമെന്നുള്ള രീതിയിലേക്കാണ് പറഞ്ഞിട്ടില്ല. അപ്പോൾ ശരിക്കും റിക്വസ്റ്റ് ചെയ്യാതെ ആ സാധനം അങ്ങനെ സംഭവമേ പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്യണം, വർക്ക് ചെയ്യണം ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല എന്തായാലും. ഇല്ല, അല്ല ഐ മീൻ രേണുസുതിനെ പ്രതിനിധീകരിച്ചിട്ട് ഇപ്പൊ ഫാദറും അങ്ങനെ എന്തായാലും പറഞ്ഞിട്ടില്ലെന്ന് രേണുസുതിക്ക് അറിയാം. അല്ല, വീട്ടിൽ നിന്ന് ആരെങ്കിലും അങ്ങനെ ആവശ്യപ്പെട്ടിരുന്നു? വീട്ടിൽ നിന്ന് പപ്പ പറഞ്ഞ ഞങ്ങൾ പൈസ കിട്ടുമ്പോഴത്തേനും ഞങ്ങൾ അത് ചെയ്തോളാം എന്നാണ് പറഞ്ഞത്. അതിനൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ വീട് വെച്ചതിന്റെ, അത് ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പൊ അതിനെപ്പറ്റി ചൊല്ലി പപ്പ ചോദിക്കുന്നുണ്ടായിരുന്നു. മക്കൾക്ക് നമ്മളവിടെ പഞ്ചായത്തെ അറിയണ്ടേ ഇത് ചെയ്ത്, അത് ഇതുവരെയായിട്ട് തന്നിട്ടില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ആളെ വിളിച്ചിട്ട് വിളിച്ച് സംസാരിച്ചു, വിളിച്ചൊക്കെ സംസാരിച്ചു. ഞാനല്ല സത്യം പറഞ്ഞ ഫിറോസിക്കായ ഈ വീട് വെക്കുന്നതിന് മുന്നേ ആണ് ഇക്കായിട്ട് സംസാരിച്ചിട്ടുള്ളത്. ഞാൻ നമ്പർ പോലും എൻ്റെ ഇല്ല. അത് കഴിഞ്ഞതിന് ശേഷം ഒരു കോണ്ടാക്റ്റും ഇല്ലായിരുന്നു. അല്ല, വീട് വെച്ച് കഴിഞ്ഞിട്ടും സംസാരിച്ചു എന്ന് പറഞ്ഞാൽ കാരണം തുടക്കത്തിലെ വോയിസ് അയച്ചത് മുമ്പാണെന്ന് രേണുസുതി നേരത്തെ പറഞ്ഞായിരുന്നു. വീട് വെച്ചതിന് ശേഷം ഞാൻ ഇപ്പൊ 1 വർഷമാണ്, 11 മാസമായി, ഒരു കോണ്ടാക്റ്റും ഇല്ല. ഞാൻ ആ വീട് വെച്ച സമയത്ത് അയച്ച വോയിസ് ക്ലിപ്പ് എന്നൊക്കെ പറയുന്നത് ഏത് കാലഘട്ടത്തിലാണ്? നേരത്തെ ആയിരിക്കും സംസാരിക്കാറുണ്ടായിരുന്നല്ലോ, വീടിനെ പറ്റി സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പം വീട് വെച്ച് കൊടുത്തതിൻ്റെ ഒരു രേഖകളോ പേപ്പറുകളോ ഇവർ കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് രേണുസുതിക്ക്. അത് ശരിക്കും അത് ഇവർക്ക് കൊടുക്കേണ്ടതാണ്. 1 വർഷം 2 വർഷം എങ്ങാണ്ടായില്ലേ ആ വീട് പണിതിട്ട്. അന്നേരം അത് കിട്ടിയെങ്കിൽ മാത്രമേ റേഷൻ കാർഡിൽ പേര് ചേർക്കാനോ ആ കുട്ടികളുടെ പേര് ചേർക്കാനോ ഒക്കെ പറ്റുള്ളൂ. അതെന്താണ് അവർ കൊടുക്കാത്തതിനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തേണ്ടതാണ്. അത് പക്ഷേ നിയമപരമായിട്ട് നീങ്ങുമോ, അല്ലെങ്കിൽ ഇപ്പം ബിഷപ്പിനോട് വിളിച്ച് പറഞ്ഞാൽ ബിഷപ്പാണെങ്കിലും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക. അതിനിങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഇത്ര മോശക്കാരായിട്ട് ചിത്രീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലും മാന്യമായ ഏതൊക്കെ രീതിയിൽ അതൊക്കെ നേരിടാവുന്നതാണ്. പക്ഷേ അതെന്താണെന്നുള്ളത് അന്വേഷിക്കണം. അത് ശരിക്കും അവർക്ക് ആവശ്യമുള്ള ഒരു സംഭവമാണ്. വീട്ടു നമ്പർ ഇട്ട് കൊടുക്കുക എന്നുള്ളത് അത് അത്യാവശ്യമായ ഒരു കാര്യമാണ്. അത് രേണു പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്തു കൊടുക്കണം, അത് തെറ്റ് തന്നെയാണ്. വീട് പണിക്ക് ശേഷം ഒട്ടും കോണ്ടാക്ട് ഇല്ല. വീട് പണിക്ക് ശേഷം 2-3 പ്രാവശ്യമൊക്കെ കോണ്ടാക്ട് ചെയ്തെങ്കിലും പിന്നെ അങ്ങ് എന്തോ ഒരു പിന്നെ കുറേ നാളായിട്ടില്ല, കോണ്ടാക്ട് ഇല്ല. ഇപ്പോൾ ഒരു കോണ്ടാക്ട് ഇല്ല, 11 മാസമായി കോണ്ടാക്ട് ഇല്ല. എന്റെ ഫോണിൽ നമ്പർ ഇല്ല ആളുടെ. ശരിക്കും ഈ ഇടയ്ക്ക് നിന്ന് ക്ലോക്ക് വീണു, തകർന്നു, അത് ഫാനാണ് വീണത്, മുറിഞ്ഞിരിക്കുന്നുണ്ട്, ബൾബ് മാറ്റി തരണം. ശരിക്കും ഇത് മാറ്റി തരണമെന്ന് ആവശ്യപ്പെടാറുണ്ടോ? ശരിക്കും ഞാൻ ഒരു കോണ്ടാക്റ്റും ഇല്ല ഇവർ ആരുമായിട്ട്. ഈ ഫാദർ കോണ്ടാക്ട് ചെയ്യുന്നത് പപ്പ സംസാരിക്കാറുണ്ടെന്ന് എനിക്കറിയാം. പപ്പ സുധീർ എന്ന് പറഞ്ഞ മെയിൻ പണിക്കാരനുമായിട്ടും എഞ്ചിനീയറുമായിട്ടാണ് സംസാരിക്കുന്നത്. ഫിറോസ് കോഡ് ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ളത് പപ്പ പറഞ്ഞായിരുന്നു രേണുവിനോട്.
പപ്പ ഇന്നലെയാണ് ഈ ഒരു പ്രശ്നം നടന്നപ്പോഴാണ് പപ്പ ഇതൊക്കെ സംസാരിക്കുന്നത് എൻ്റെ അടുത്ത്. ഞാൻ ഇതിനെപ്പറ്റി ഒന്നും ചോദിക്കാറില്ല. ഞാൻ ഇവിടെ വല്ലപ്പോഴും ചെന്ന് മുറിയിൽ ചെന്ന് കിടന്നുറങ്ങും, കൊച്ചുങ്ങളെ കാണും, തിരിച്ച് ഷൂട്ടിന് പോകും. ഈ കുറേ ഒരു 6-7 മാസമായിട്ട് ഇത് തന്നെ നാടകം ഉണ്ടായിരുന്നു. ഇതിന് മുന്നേ ഈ ഷൂട്ട് തുടങ്ങുന്ന നാടകത്തിനകത്ത് ഇങ്ങനെ സജീവമായിരുന്നു. അപ്പം ഞാൻ വീട്ടിൽ ഇല്ലായിരുന്നു. ഇന്നലെ പോലും വീട്ടിൽ ചെന്നിട്ട് ഇന്നത്തെ രാവിലെ വന്നു. അങ്ങനെയാണ്. അതുകൊണ്ട് എനിക്കിതിനെപ്പറ്റി ഡീറ്റെയിൽ പറയാൻ എനിക്കറിയില്ല. ഫാൻ വീണ കാര്യം എനിക്കറിയാം, ഇവിടെ ഇങ്ങനെ പപ്പയുടെ മുറിഞ്ഞായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ പപ്പ പിന്നീട് പറയും. അതുപോലെ തന്നെ വാഷ് ബേസിൻ വീണപ്പോൾ ഞാനുണ്ടായിരുന്നു. വാഷ് ബേസിൻ താഴോട്ട് വീണപ്പോൾ കുഞ്ഞുങ്ങൾ കളിക്കുമായിരുന്നു, പടക്കോന്ന് പറഞ്ഞാൽ താഴെ വീണ്. അപ്പം ഞാൻ ഓടിച്ചെന്ന് വാഷ് ബേസിൻ ഇങ്ങനെ കമന്ന് കിടക്കുക. പിള്ളേരെന്തായാലും അതിൻ്റെ അടിപ്പെട്ടില്ല, വലിയ വാഷ് ബേസിൻ. രേണുസുതിക്ക് ഒരു 5 മിനിറ്റ് പോലും റെസ്റ്റ് ഇല്ലാത്ത ഓട്ടമാണിപ്പം. ജോലിത്തിരക്ക് ഭയങ്കരമാണ്. അപ്പോൾ ഇത്രയും ജോലിത്തിരക്കുള്ള ഒരു വ്യക്തിക്ക് ഇതിനകത്തെ മെയിൻ്റെനൻസ് വർക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ലേ? അറിയില്ല. എൻ്റെ ഒരു സംശയം കേട്ടോ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. തീർന്നേനെ പിള്ളേർ അതിൻ്റെ അടിയിൽപ്പെട്ടിരുന്നെങ്കിൽ. പിന്നെ അത് ആരെയോ ചെയ്ത് പണിക്കാരെ കൊണ്ട് വെപ്പിച്ചു. ഇപ്പോൾ KTC എന്ന് പറയുന്നത് അവർ തന്നെ ഒരു ബിൽഡേഴ്സ് ആണ് ആക്ച്വലി, അല്ലേ? അപ്പോൾ അവർ ബിൽഡേഴ്സ് ഗ്രൂപ്പാണ് ഫിറോസ്കയുടെ. അതൊരു ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെ കുറേ അധികം പേര് സഹായിക്കുന്നുണ്ട്. ഏകദേശം ഒരു 5ഓളം വീടുകൾ ചെയ്തിട്ടുണ്ട്. 5ാമത്തെ വീടാണ് രേണുസുധീരെന്ന് എനിക്കറിയാൻ പറ്റിയത്, തന്നിട്ടുള്ള വീട് എന്നുള്ളത്. ഇപ്പോൾ ഫിറോസ് ഖാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, കമ്പാരിറ്റീവ്ലി ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള ഒരു 7 to 10 lakhs ആണ് ഞാൻ അതിൻ്റെ ഒരു ടോട്ടൽ കോസ്റ്റ് വന്നിരുന്നെങ്കിൽ അവർ ഇതുവരെ ചെയ്തതിലെ ഏറ്റവും വലിയ പ്രൊജക്റ്റ് ആയിരുന്നു സുധീര മക്കൾക്കായിട്ടുള്ള കാണാം. മുന്നോട്ട് കാണുമ്പോൾ ആ വീടിന്റെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഇപ്പോഴേ കിടന്ന് ഇപ്പോഴും ഞാൻ കള്ളിയാകും. ഇനി ഇത് ഇറങ്ങി കഴിയുമ്പോൾ രേണുസുതി കള്ളിയാവും. രേണുസുതിയുടെ കള്ളങ്ങൾ അല്ല, നമുക്ക് അവരിപ്പോൾ വീട് വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഹോം ടൂറിലാണെങ്കിൽ തന്നെ, ഇപ്പൊ നമ്മുടെ ആണെങ്കിൽ ഹോം ടൂറിലൊക്കെ നമ്മൾ വീടുകൾ കുറേ പേര് കണ്ടതാണ്. ആ സമയത്ത് 1 മാസമല്ലേ ആയുള്ളൂ അല്ലേ? അപ്പൊ ഞാൻ പറയുന്നത് ശരിക്കും അങ്ങനെ ഒരു വീട് തന്നു കഴിഞ്ഞിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് താമസിക്കുന്ന നിങ്ങളുടെ ഉത്തരവാദിത്തം കൂടിയല്ലേ അത്? ഇല്ല, മെയിൻറ്റെയിൻ ചെയ്യാന്ന് വെച്ചാൽ താമസിക്കുന്ന നമുക്ക് ആ ഒരു നോട്ട് ദ പോയിന്റ്. മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് താമസിക്കുന്നവരുടെ ഉത്തരവാദിത്വമല്ലേ? അതെന്തുകൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്നില്ല? അത് ഒത്തിരി. പക്ഷേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ വെളിയിൽ വന്ന് പുറത്ത് വന്നിട്ട് എവിടെയെങ്കിലും ഒരു വീഡിയോ എടുക്കുമ്പം ആരെങ്കിലും വന്നിട്ട് ചോദിക്കുന്നതിന് അങ്ങനെ പറയുകയല്ല വേണ്ടത്. നിങ്ങളുടെ അവിടെ എവിടെയെങ്കിലും വിള്ളലുണ്ടോ, എവിടെയെങ്കിലും വെള്ളം വീഴുന്നുണ്ടോ, ആ സമയത്ത് വീഡിയോ എടുത്തിട്ട് ഇന്ന കംപ്ലൈൻ്റ് ഉണ്ട് എന്ന് അവരെ വീഡിയോ വഴി കാണിക്കുകയും അതിൽ അവർ അത് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് നീങ്ങുകയാണ് വേണ്ടത്. ഇത് രേഖകളുമില്ല, ഒരു പ്രൂഫും ഇല്ലാതെ വന്നിരുന്നിട്ട് മറ്റുള്ളവരെ തേജോവധം ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നതായിട്ടാണ് പ്രേക്ഷകർക്ക് ഇത് കാണുമ്പോൾ തോന്നുന്നത്. പൈസ ആയിട്ടില്ലല്ലോ, നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുള്ള പൈസ ഒന്നും ആയിട്ടില്ല. ആകുമ്പോൾ നമ്മൾ ചെയ്യും. നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്രത്തോളം ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ എന്തായാലും ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. എന്ത് സാധനങ്ങൾ മാറുന്നു? ഇല്ല, ഞാനൊന്നും ആവശ്യപ്പെട്ടില്ല. എനിക്ക് നല്ല ഉറപ്പാണ്, 100% ഉറപ്പാണ്, ഞാൻ ഒന്നും ആവശ്യപ്പെട്ടില്ല. എന്ത് തോന്നുന്നു സ്വയം ചിന്തിക്കുന്ന സമയത്ത്? രേണുസുതി ആവശ്യപ്പെട്ടില്ലെങ്കിൽ രേണുസുതിയുടെ ഫാദർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഫാദറിനോട് ചോദിച്ചു നോക്കിയാൽ അറിയാം, പുള്ളി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും. എന്തായാലും വീട്ടിലൊരു ബൾബ് മാറാനും ഒരു മോട്ടർ മാറാനും ഇപ്പോൾ ആ പർവോള മണ്ടയ്ക്ക് ഒരു ചില്ലിട്ട് ചിലപ്പം അത് പശ വെച്ച് ഒട്ടിച്ച് ഫിറ്റാക്കിയാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉണ്ടാവുള്ളൂ. ഇതിനൊക്കെ ഉള്ള വരുമാനം രേണുസുതിക്ക് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് ഒരു മനുഷ്യരും അത് വിശ്വസിക്കുകയല്ല. ഈ പറയുന്നത് തന്നെ പകുതി കൂടുതലും നുണയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്നേ ആൾക്കാർ പറയുള്ളൂ. എനിക്ക് പേഴ്സണലായിട്ട് യാതൊരുവിധ എന്താ പറയുന്നത് ശത്രുതയും രേണുസുതിയോടുണ്ടായിട്ട് പറയുന്നതല്ല. പക്ഷേ രേണുസുതിയുടെ വാക്കുകൾ ആ രീതിക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു വന്ന സമയത്ത് ഒരു ശീതളടിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് അതിൻ്റെ ഒരു സൈഡ് ഗ്ലാസ് ഇപ്പോൾ സംസാരത്തിൽ അറിയാൻ പറ്റിയത് 3000-4000 ചിലവ് വരുന്നു എന്ന് പറയുന്നു. ശരിക്കും അത് ഞാനായിട്ടത് മാറ്റണത്, അല്ലെങ്കിൽ നിങ്ങൾ ഫാമിലി ആയിട്ട് മാറ്റണമായിരുന്നോ, അല്ലെങ്കിൽ അത് ശീതളടിക്കുന്ന ഒരു പരാതി ഞാൻ മാധ്യമങ്ങളോട് പറയണമായിരുന്നോ? എന്ത് തോന്നുന്നു? എനിക്കത് തെറ്റായിട്ടൊന്നും തോന്നില്ല. ഞാനുള്ള കാര്യമാണ്. എന്നോട് ഒരാൾ ചോദിച്ചു, ഞാൻ പറഞ്ഞാൽ ശരി, ആ വെള്ളം വീഴുന്നുണ്ട് പറഞ്ഞ സത്യമാണ്. കാരണം കുറെ നാളായിട്ട് വിളിക്കുന്നുണ്ട്. ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് വേണ്ടേ നമുക്ക്, അതിന് വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട്. 1 വർഷം ആകുന്നത് ഇതുവരെയായിട്ട് തന്നിട്ടില്ല. ശരിക്കും തുടക്കത്തിൽ പറഞ്ഞ പോലെ ഞാനൊരു മിഠായി കിട്ടിയാൽ വരെ
ഒരു മുട്ടായി കിട്ടിയാൽ വരെ നന്ദി പറയുന്ന രേണുസുതി എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു പ്രോപ്പർട്ടി കിട്ടിയിട്ടും അതിനോടൊരു കടപ്പെട്ടിരിക്കാത്തത്? ഞാൻ എന്നും നന്ദിയുള്ളതായിട്ട് തന്നെയായിരുന്നു. പക്ഷെ ആ ഒരു അല്ല തീർച്ചയായും അല്ല, ഞാൻ പറഞ്ഞല്ലോ ഞാൻ എന്നും നന്ദി പറയുന്നുണ്ടല്ലോ, ഉണ്ടായിരുന്നു. പക്ഷെ മഴ പെയ്ത് ചോർന്നപ്പോൾ ഞാൻ പറഞ്ഞു. എന്തായാലും ഈ അവതാരകൻ റോഹൻ ആ സൂപ്പറായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അതങ്ങ് എനിക്കങ്ങ് പെരുത്ത് ഇഷ്ടപ്പെട്ടു പോയി. നല്ല നല്ല ക്വസ്റ്റ്യൻസ് ആണ് രേണുസുതിയോട് ചോദിക്കുന്നത്. അല്ലാതെ വേണ്ടാത്ത ചവർ പോലുള്ള കാര്യങ്ങളൊന്നുമില്ല, ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് രേണുസുതിയോട് ഈ ഇൻ്റർവ്യൂവിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൽ വേറെ രസകരമായിട്ടുള്ള സംഭവം അവസാന നിമിഷം വരുന്നുണ്ട്. ഞാനത് നിങ്ങളെ കാണിച്ചു തരാം. പറഞ്ഞു എന്നോട് ആരോ ചോദിച്ചു, ഞാനത് പറഞ്ഞു, സത്യമായിരുന്നു. ശരിക്കും അവരെങ്ങനെയാ അറിയുന്നത് ഇപ്പോൾ? അതെങ്ങനെയാ? കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല ആണല്ലേ? അവർ റാൻഡമായിട്ട് അങ്ങനെ വന്ന് ചോദിച്ചതാണ് ശരിക്കും ഈ ചോദ്യം എന്നുള്ളത്. ഇനി അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്ത് സംസാരിച്ച് ഇത് ക്ലിയർ ചെയ്യണം എന്നുള്ളൊരു ചിന്തയുണ്ട് ശരിക്കും? എനിക്ക് അങ്ങനെയില്ല. ഇല്ല, കാരണം ചോരുന്നുണ്ടെന്ന് ഞാൻ വേറൊന്നും പറഞ്ഞില്ലല്ലോ. ചോരുന്നുണ്ട്, മഴ പെയ്തപ്പോൾ വെള്ളം ചാറ്റൽ അടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു, സത്യമാണ്. ശരിക്കും ആൾ തന്നെ പറഞ്ഞൊരു അവസാനം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഞാൻ പ്രവാസിയായിരുന്നു, ഞാൻ ഇവിടെ ഒന്ന് ഏകദേശം 5ാമത്തെ വീടാണ് ചെയ്യുന്നത്, പക്ഷേ ഈ ചെയ്തതിന്റെ പേരിൽ എനിക്ക് കിട്ടും. ഞാൻ പറയട്ടെ, 24കാരാണ് വീട് തരാമെന്ന് ആദ്യം പറഞ്ഞത്. അപ്പൊ ഇവരാണ് KHDC, ഞങ്ങൾക്ക് നേരിട്ട് അറിയില്ല. KHDC ഫിറോസിക്ക തന്നെയാണ് 24നോട് ഞങ്ങൾ വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞത്. ഞങ്ങളുമായിട്ടല്ല കോൺടാക്ട് ചെയ്തവര്. അല്ല, 24നായിട്ട് കോൺടാക്ട് ഫിറോസിക്ക ചെയ്ത് ഏറ്റവും വലിയൊരു തെറ്റായിപ്പോയി ഫിറോസിക്ക അത് കേട്ടോ. ഏതായാലും ആ 24കാർ വീട് വെച്ച് കൊടുക്കാന്നപ്പോൾ നിങ്ങൾ എന്തിനാണ് അത് ഏറ്റെടുക്കാൻ പോയത്? അവരൊരു 2 റൂമിൻ്റെ ഒരു കുഞ്ഞു വീടൊക്കെ വെച്ച് കൊടുത്തോണ്ട് തന്നെയല്ലോ അല്ലേ? നിങ്ങൾ എന്തിനാണ് ഇത് ഏറ്റെടുക്കാൻ പോയത്? ഇതാണ് ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടാൻ പോയാൽ മനുഷ്യർക്ക് കിട്ടുന്ന ഗുണം ഇതൊക്കെയാണ്. പറഞ്ഞത് മനസ്സിലായില്ലേ? രേണുസുതി ആ മൂവിയെ മോശമാണ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മൂവിനെ മാത്രമല്ല രേണുസുദിനും കൂടിയാണ് പറയുന്നത് അല്ലേ? ആള് ചെയ്തൊരു പ്രവർത്തനമാണ് ദോഷം പറയുന്നതെങ്കിൽ ഞാൻ ആള് ചെയ്തതെന്നല്ല, ഒരുപാട് പറഞ്ഞു നോക്കി. ഇത് നമുക്ക് ഇതിന്റെ സംഭവങ്ങളൊന്നും അറിയില്ല. എന്റെ പപ്പായ്ക്ക് ഞാൻ പറഞ്ഞില്ല ഇതിന്റെ ഡീറ്റെയിൽ. എനിക്ക് ആ വെള്ളം വീഴുന്ന കാര്യം ചോദിച്ചപ്പോൾ ഞാനത് സത്യം പറഞ്ഞു. അതിൽ ഇതിന്റെ ബാക്കി കുറെ കാര്യങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്താണ് ശരി? അതെനിക്ക് അറിയില്ല ഇതിനെ പറ്റി പറയാൻ. അത് കാരണം ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇങ്ങനെ കുറെ പപ്പയായിട്ടായിരുന്നു ഇവരെല്ലാം കോണ്ടാക്ട് ചെയ്യും, മെയിൻ കോൺട്രാക്ടറും അവരും ഒക്കെ ആയിട്ട്. അപ്പൊ എനിക്ക് അതിനെപ്പറ്റി അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ അറിയാത്ത കാര്യം ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ട് നാളെ ഒരു ഇതാകരുത്. അറിയാവുന്ന ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല, ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. അത് കിട്ടിയാലേ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. സർട്ടിഫിക്കറ്റ് അവരാ തരേണ്ടത്. കുറച്ചൊരു ഡിലേ ആയെന്ന് പറഞ്ഞിട്ട് ഇല്ല, അങ്ങനെയല്ല. തരില്ല എന്ന് പറഞ്ഞാലോ? ഡിലേ ആണെന്ന് തരില്ല, അത് തരാൻ പറ്റത്തില്ല. അല്ലെ പപ്പയോടാണ് പറഞ്ഞത് ഇടിച്ചു പൊളിക്കും എന്നൊക്കെ പറഞ്ഞാലോ? അങ്ങനെയൊക്കെ പറഞ്ഞാലോ? എങ്ങനെ പറഞ്ഞാലോ? ഇത് പപ്പയാണ് എൻ്റെ അടുത്ത്. എല്ലാം പപ്പയാണ് പറഞ്ഞത്. രേണുസുതിക്ക് ഒന്നും അറിയത്തില്ല. ഒന്നും അറിയത്തില്ല, പിന്നെ എന്തിനാ ഈ ഇന്റർവ്യൂ കൊടുക്കാനായിട്ട് വന്നിരിക്കുന്നത്? അവർ ഇടിച്ചു പൊളിച്ച് കളയും എന്നല്ല പറഞ്ഞത്. നിങ്ങൾ വാടക വീട്ടിലേക്ക് മാറുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് അവർക്ക് വേണ്ട, അവർ മാറുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ ബിൽഡിംഗ് അങ്ങ് പൊളിച്ചു കൊടുത്തിട്ട് വേറെ ആർക്കെങ്കിലും പണിത് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അല്ലാതെ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോ ഞങ്ങൾ വന്ന് പൊളിക്കുന്നു അങ്ങനെയൊന്നും പറഞ്ഞ് ഞങ്ങൾ കേട്ടില്ല ഒരു ഇന്റർവ്യൂയിലും പറഞ്ഞത്. അല്ല, അങ്ങനെ പറഞ്ഞു എന്നാണ് പറയാതെ ബുൾഡോസർ വെച്ച് കളയുമെന്ന് പറഞ്ഞതോ? അതെന്താ നിങ്ങൾ? അതൊന്നും അതാ ഞാൻ പറഞ്ഞത്, ഒരു വശം മാത്രം. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, അത് ആരാണ് പറഞ്ഞത്? ഫിറോസിക്ക പറഞ്ഞെന്നാണ് ഒരാൾ എൻ്റെ പപ്പയോട് പറഞ്ഞത്. ഒരാളെന്ന് പറഞ്ഞാൽ പപ്പ അത് പബ്ലിക്കായിട്ട് പറയും, കുറച്ച് കഴിയുമ്പോൾ പറയും. പക്ഷെ അങ്ങനെയാണെങ്കിൽ ആ വീടെല്ലാം ഞങ്ങൾ ഇടിച്ച് നിരത്തും എന്ന് പറഞ്ഞു. അതൊന്നും നമ്മളെ പറയുന്ന മാത്രം നിങ്ങൾ ഒരു സൈഡ് മാത്രം കേട്ടോ. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഡീറ്റെയിൽ അറിയില്ല. ആളത് പറയും, എൻ്റെ പപ്പ അത് പുറത്ത് പറയും. അല്ല, പപ്പോടാണോ ഫിറോസിക്ക പറഞ്ഞു പറയുന്നത്? ഫിറോസിക്ക പറഞ്ഞെന്ന് വേറൊരാളാണ് പപ്പയോട് പറഞ്ഞത്. ഫിറോസിക്ക പറഞ്ഞെന്ന് വേറെ ആരോ പപ്പയോട് പറഞ്ഞു. പപ്പയോട് ഡയറക്റ്റ് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താന്ന് ഈ പറയുന്ന ഇവർക്ക് പോലും ഒരു ബോധമില്ലാത്ത ഇവർ ഈ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പപ്പ അത് പറയും, പറയാതിരിക്കുന്നത്. കാരണം ഇത്രയും പറഞ്ഞ ഇനി നമുക്കും പറയാലോ. അപ്പൊ എന്തുകൊണ്ടാണ് ശരിക്കും അത് തുറന്നു പറയാത്തപ്പോ? എന്തുകൊണ്ടാണ്? പുള്ളി പറയും, പപ്പ എനിക്കത് ഡീറ്റെയിൽ അറിയില്ല. ചോദിച്ചില്ലേ ഇത്രയും ഗൗരവമായിട്ടുള്ള ഒരു വിഷയം? കാരണം ഇങ്ങനെയാണെങ്കിൽ ഇടിച്ചു പൊളിക്കും എന്നൊക്കെ പപ്പയോട് പറഞ്ഞെന്നാണ് പറഞ്ഞത്. ഫിറോസിക്ക സംസാരിച്ചു? ഫിറോസിക്ക പറഞ്ഞെന്ന് പറഞ്ഞ വേറൊരാളാണ് പറഞ്ഞെന്ന് പറഞ്ഞു. എനിക്ക് ഞാൻ ഉള്ള കാര്യം പറയുള്ളൂ. ഞാൻ ഫിറോസിക്ക പറഞ്ഞല്ല, ആള് പറഞ്ഞെന്ന് പറഞ്ഞ വേറൊരാളാന്ന് വന്ന് പറഞ്ഞത്. അപ്പൊ ഈ ഒരു സൈഡ് മാത്രം ഇതിന്റെ സത്യങ്ങളൊക്കെ പിന്നീട് പുറത്തു വരുമ്പം ഈ വീണ്ടും ഞാൻ ഇങ്ങനെ ഇരിക്കേണ്ട വരും. അപ്പോഴായിരിക്കും എനിക്ക് അറിയാവുന്നത്. കാരണം എനിക്ക് ഒരു സൈഡ് മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യം, അതിന്റെ ഉള്ളിൽ വേറെ, ഞാൻ പറഞ്ഞില്ല, വേറെ കുറെ കാര്യങ്ങളൊക്കെ
അച്ഛാ ഇപ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലായത്. ബിഷപ്പ് ആദ്യം ഒരു വീഡിയോ ഇട്ടായിരുന്നു. രേണുസുതിക്കെതിരെ ഭയങ്കരമായിട്ടുള്ള വിമർശനങ്ങളുമായിട്ടാണ് ബിഷപ്പ് ആ ആദ്യത്തെ വീഡിയോയിൽ വന്നത്. ഇവർ കാരണം ബിഷപ്പിനുണ്ടായ മാനസിക സംഘർഷണവും ഇനി മേലാൽ ആർക്കും ഒരു സഹായം ഞാൻ ചെയ്തു കൊടുക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ശക്തമായ രീതിയിൽ തന്നെയാണ് രേണുസുതിക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് ബിഷപ്പ്. അത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ ബിഷപ്പിൻ്റെ വന്നപ്പം ശരിക്കും രേണുസുതിക്ക് അനുകൂലമായിട്ടാണ് ബിഷപ്പ് സംസാരിച്ചത്. അന്നേരം ചിന്തിച്ചു, ഈ ബിഷപ്പ് എന്നെ 2 വള്ളത്തിലാണോ കാല് ചവിട്ടുന്നത്? ആദ്യം ഒരു വീഡിയോയിൽ അങ്ങനെ പറഞ്ഞു, പിന്നെ പിറ്റത്തെ വീഡിയോയിൽ ഇങ്ങനെ പറയുന്നു. ഈ ബിഷപ്പിന് എന്താ പറ്റിയത്? അപ്പോൾ ഈ ബിഷപ്പ് ആൾ ശരിയല്ല എന്നൊക്കെ നമുക്ക് കാഴ്ചക്കാർക്ക് തോന്നത്തക്ക രീതിയിലാണ് ബിഷപ്പിൻ്റെ ഈ 2 വീഡിയോയും വന്നത്. ഇപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ പിന്നിൽ എന്താണ് സംഭവിച്ചതെന്ന്. ബിഷപ്പ് ആദ്യം ഇട്ട വീഡിയോ കണ്ടിട്ട് രേണുസുതിയുടെ ഫാമിലി ബിഷപ്പിനെ കാണാൻ ചെന്നിട്ടുണ്ടാവാം. പിന്നെ അവർ പറഞ്ഞ് അവിടെ നടന്ന ബാക്കിയുള്ള സംഭവങ്ങൾക്ക് പിന്നാലെ ആയിരിക്കാം മിക്കവാറും ബിഷപ്പ് ഇവരെ അനുകൂലിച്ചുകൊണ്ട് വീഡിയോ ഇട്ടത്. അപ്പം അവരോട് ഒത്തിരി മോശമായിട്ട് പറയുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് രണ്ടാമത് ബിഷപ്പ് പറഞ്ഞ വീഡിയോസ് ഒന്ന് ചെറുതായിട്ടൊന്ന് കണ്ടിട്ട് വരാം. വീടിന് ചോർച്ചയുണ്ടെന്ന് പറഞ്ഞു. കള്ളം പറഞ്ഞിട്ടില്ല, രേണുസുതി കള്ളം പറഞ്ഞിട്ടില്ല. എനിക്ക് ഒരു കാര്യവും നേടാനില്ല. അതുപോലെ ഫിറോസിനെ ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കത്തില്ല. രേണുസുതി കള്ളം പറഞ്ഞിട്ടില്ല, ഫിറോസിനെ ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയില്ല. പക്ഷേ ഈ എന്താ പറയുന്നത്, അച്ഛന് ഫസ്റ്റ് വീഡിയോയിൽ ഫിറോസിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയും രേണുസുതിയെ സപ്പോർട്ട് ചെയ്യാതെ സംസാരിക്കുകയും അച്ഛനുണ്ടായ വിഷമങ്ങളെല്ലാം പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ടാണ് അച്ഛൻ ആദ്യം ഒരു വീഡിയോ ഇട്ടത്, ബിഷപ്പ് ആദ്യം ഒരു വീഡിയോ ഇട്ടത്. പക്ഷെ നേരെ മലക്കം മറിഞ്ഞിരിക്കുകയാണ് അടുത്ത വീഡിയോയിൽ ബിഷപ്പാണെങ്കിൽ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ബിഷപ്പ് ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ ശരിയായിട്ടുള്ള വശം ഏതാണെന്ന് നോക്കിയിട്ട് വേണം സംസാരിക്കാൻ. സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നുകൊണ്ട് ഇപ്പോൾ ഒന്ന് പറയുക, ആ പറഞ്ഞതിൻ്റെ നേരെ വിപരീതം അടുത്ത വീഡിയോയിൽ പറയുക, അതൊന്നും അത്ര ശരിയായ കാര്യങ്ങളല്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് എല്ലാവരും നിങ്ങളെ ഈ ബിഷപ്പിനെ ആയാലും രേണുസുതിയെ ആയാലും ഈ എയറിൽ കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. കുറച്ച് മുമ്പ് അപ്പുറത്തെ ടീമുകളെ പുകഴ്ത്തി പാടുകയും രേണുവിനെ കുറ്റം പറയുകയും ചെയ്തു. തൊട്ടടുത്ത വീഡിയോയിൽ വന്നിട്ട് രേണുവിനെ പുകഴ്ത്തി പാടുകയും മറ്റുള്ളവരെ കുറ്റം പറയുകയും ചെയ്യുന്നു. ഇതത്ര ശരിയായ ഏർപ്പാടല്ല.